ഇനി അടുത്തുള്ളതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പരിപാടി ഏകദേശം എല്ലാം കഴിഞ്ഞ് ഇനി ലെവൽ പറഞ്ഞനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. അത് തന്നെ കമ്പ്യൂട്ടർ ബേസ് അല്ല, അത് തന്നെ. പിന്നെ കോൾ പറഞ്ഞനുസരിച്ച് ഒന്നിൻ്റെ ഫോട്ടോ അയച്ചു കൊടുക്കണം 1 മണിക്കൂർ കൂടുന്തോറും. നോർമലി ഉത്സവത്തിൻ്റെ കംപ്ലൈൻ്റ് ആയതാണ്, അതുകൊണ്ട് അവർ മാനുവലി ചെയ്യണം. അപ്പം അതിൻ്റെ ഫോട്ടോ അയച്ചു കൊടുക്കണം. ഇനി അടുത്ത് പോയി ഒന്ന് ഫോൺ ചാർജ് ചെയ്യണം. ഫോൺ ചാർജ് ഇല്ല, 22 ഉള്ളൂ. അപ്പോൾ അതിന് അത് 1/2 മണിക്കൂറാകുമ്പോൾ അതും ചാർജ് ഏകദേശം 1/2 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ. അതെ, ഇനി വേറെ പരിപാടിയൊന്നുമില്ല. ഇനി പോയി ഒന്ന് ഫോൺ ചാർജ് ചെയ്തിട്ട് ഞാൻ പോയിട്ട് പോയൊന്നെല്ലാം ഒന്ന് നോക്കണം. ഏകദേശം ഇറങ്ങി, ലൈറ്റെല്ലാം ഓഫ് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. അങ്ങനെ അവിടുത്തെ പരിപാടി കഴിഞ്ഞ് ഇനി അടുത്ത് പോയി ഒന്ന് പിന്നെ അടുത്തുള്ള നേരെ പോവുകയാണ് ഇനി ചെടിയൊക്കെ നോക്കാൻ. പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ടൂർണമെൻറ്റ് നടത്തുന്നു, അതിൻ്റെ ചെറിയൊരു സംസാരത്തിലായിരുന്നു. കുഴപ്പമില്ല, ഫസ്റ്റ് ടൂർണമെൻറ്റ് അങ്ങനെ ഇന്ന് 12 മണിയോടെ രാത്രി ഉണ്ടല്ലോ, അതോടെ അവസാനിക്കും. ഇന്ന് മാക്സിമം കളിച്ച് അടിച്ചെടുക്കണം. ഓരോ ദിവസം ഓരോ മാച്ച്. ഇന്ന് ഞാനും ഉണ്ട്, കളിച്ചു നോക്കട്ട്. റൂള് ഇത്തിരി ടഫ് റൂളാണ് എന്ന് പറഞ്ഞാൽ ഈ റിവൈവ് ചെയ്യാൻ വേണ്ടിയുള്ളതിൻ്റെ അങ്ങനത്തെയൊക്കെ ചെറിയൊരു, പിന്നെ നോർമൽ ലൈവല്ലേ, ഗെയിമർ ലൈവല്ലല്ലോ. പിന്നെ അതിനെ പറ്റിയൊന്നും പറയണില്ല. ഇനി ഞാൻ പോയി ചെടിയൊക്കെ നോക്കട്ടെ. എന്താ നോക്കണ്ട, ഇത് രാവിലെ ഇങ്ങനെ തന്നെ ചെടികൾ കുഴപ്പമില്ല, എല്ലാം സെറ്റായിട്ട് നിൽക്കുന്നുണ്ട്. ഇതിൻ്റെ സൈസും കായയുടെ സൈസും കുഴപ്പമില്ലാതെ വലുതാണ്. കുഴപ്പമില്ല, സാധനം സൈസുണ്ട്. അയ്യോ എന്ന് പറഞ്ഞാൽ ഞാനും പോയി ഒന്ന് ഫ്രഷ് ആവട്ടെ. നട്ടത് വഴുതനങ്ങയും കത്തിരി അതൊക്കെയാണ്, പക്ഷെ പൊടിച്ചത് വേറെ എന്തോ ആണ്. അയ്യോ കഴിക്കണം, ഉണ്ടാക്കി കഴിക്കണം. ഇതും ഉണ്ടാക്കണം, കഴിക്കണം, എന്നിട്ട് പോയി കിടന്നങ്ങ് ഉറങ്ങണം. അത് തന്നെ വെള്ളം ഉറക്കം വരണം, കാരണം കടഞ്ഞടഞ്ഞു പോകണം. മൈക്കെടുത്തില്ല കേട്ടോ, കാരണം അവിടെ ഇനി ഇതുണ്ടാക്കണതിൻ്റെ ഇടയിൽ കൂടെ ഇട്ടെന്ന് ശരിയാവൂല. ഫുഡ് റെഡിയാക്കി കുറച്ച് കഴിക്കുകയും ചെയ്തു. വെള്ളവും കൊണ്ടുവന്ന് അടുത്ത് വീണ്ടും പ്രശ്നം പറ്റി, വെള്ളത്തിൻ്റെ പ്രൈസ് കൂടി. ഫുഡ് കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കണം, വൈകുന്നേരത്തേക്ക് വേണ്ടിയേ. ഇപ്പോഴും ഉണ്ടാക്കി വെച്ചാൽ ഇരിക്കുമോ, അല്ലെങ്കിൽ രാത്രി എൻ്റെ പിറകെ നോടേണ്ടി വരും. അപ്പോൾ ഞാൻ ഉണ്ടാക്കട്ടെ. ഫുഡ് ഉണ്ടാക്കി ഇനി അതും കഴിക്കുക, റെഡിയാവും. ഭയങ്കര ചൂട് കേട്ടോ, ഫുള്ള് സെറ്റാക്കിയിട്ടുണ്ട്. വെള്ളം ഒഴിച്ച് എല്ലാ സൈഡും. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ പോയി ഒന്ന് ജസ്റ്റ് ഫ്രഷ് ആവണം, 1/2 മണിക്കൂറും കൂടി കഴിഞ്ഞിട്ട്. ഡ്യൂട്ടിക്ക് ഇറങ്ങി ഏകദേശം ഇനി 1/2 മണിക്കൂറും കൂടി ഉണ്ട്. ഇപ്പം എത്ര മണിയായി? 6:36. ഇന്ന് പക്ഷേ നേരത്തെ സൂര്യൻ താന്നു, അല്ലാതെ കാർമേഘം കൊണ്ട് മൂടിയതാ. നല്ല ഇരുണ്ട് ഇപ്പോഴേ. ക്ലീൻ ചെയ്യേണ്ടതായിരുന്നു, പക്ഷെ എന്ത് ചെയ്യാം, മറ്റു വെക്കിട്ട് വെച്ചതിന് ശേഷം തലയിടാതെ കണ്ട ഒന്നുമില്ല. നേരെ പോയി ട്രേഡിങ്ങിൻ്റെ മാർക്കറ്റ് ഒന്ന് നോക്കട്ടെ. ഏത് ഇപ്പം എന്തായാലും ആവാൻ ഇരിക്കുകയല്ലേ, ഞാൻ നോട്ടു. ബിറ്റ് കോയിനാണ്. ഓക്കെ, ലെവൽ ഞാൻ മാർക്ക് ചെയ്ത് ഇതിൻ്റെ താഴെ വന്ന സെല്ല്, ഇതിൻ്റെ മേളിൽ പോയാൽ ബൈ, ഇതിൻ്റെ മേളിൽ പോകണം. ഇതിൻ്റെ മേളിൽ പോയാൽ ഒരു 3 മിനിറ്റിനോട് വെച്ചിട്ട് സെറ്റ് ചെയ്യും. ഇത് ബ്രേക്ക് ചെയ്യണം, ഇത് ബ്രേക്ക് ചെയ്യണം. ഈ ക്യാൻഡിൽ എവിടെ നിൽക്കുമെന്ന് നോക്കി ഇവിടെ നിന്നാൽ വീണ്ടും വെയിറ്റ് ചെയ്ത് ഇത് രണ്ടിലേതെങ്കിലും ബ്രേക്ക് ചെയ്യണം. ഓക്കെയാണ്, ഇതാണ് ഇന്നത്തെ അനാലിസിസ്. ഇതിൻ്റെ
ഇനി ഞാൻ അടുത്ത് ഗോൾഡും കൂടി നോക്കട്ടെ. ഗോൾഡും ഫൈൻഡ് ചെയ്ത്, പക്ഷേ അതിപ്പോൾ സൈഡ് വൈസാണ് നിൽക്കുന്നത്, നോക്കണം. അത് ഞാൻ ആർഡറിലെപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇതിന് മേലെ പോയാൽ ബൈ സെല്ല്. ക്യാൻഡിൽ എവിടെയാണ് ക്ലോസ് ചെയ്യണമെന്ന് നോക്കണം, അതനുസരിച്ചാണ് ട്രേഡ്. ഓക്കെ, ചെക്ക് പോയിന്റ് ഞാൻ നോക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, നോക്കാം ഇങ്ങനെ ഒരു. ഇനി അടുത്ത് ഞാൻ പോയി ഫോൺ വാങ്ങിച്ചിട്ട് വർത്തു, അപ്പോൾ ഫോൺ അവിടെ കൊണ്ടുപോയി. അങ്ങനെ അനാലിസിസ് എങ്ങനെ നെരിക്കുന്നത് വേണ്ട. ഞാൻ കറക്റ്റ് ചെയ്ത് ഫിക്സ് വെച്ചിട്ടുണ്ടായിരുന്നു 1:2, ഒരു 3, 4 എത്ര പിടിക്കായിരുന്നു വേണ്ട. ഇത് പറഞ്ഞിട്ട് കാര്യമില്ല, ബിറ്റ് കോയിൻ നമ്മള് പിന്നെ ആർത്തി കാണിക്കാറില്ല. ഇവിടെ എത്തുമ്പോൾ തന്നെ ഞാൻ ഏകദേശം പാതി വിഡ്രോ ചെയ്യും. കിട്ടുമായിരുന്നു, ഇതുവരെ എന്തായാലും കിട്ടുമായിരുന്നു. പാതി എടുത്തതിന് ശേഷം പാതി ഞാൻ ഇതുവരെ വെച്ചിരിക്കും. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ ഇത് കണ്ട ഗോൾഡ് 3 നോക്കണ്ട, മാക്സിമം 2 നോക്കിയാൽ മതി. 1:2. ഇതൊക്കെ നോക്കിയാൽ മതി, ഈ കാര്യം നോക്കിയാൽ മതി. ഇതിൻ്റെ ശേഷം പാതി ഞാൻ കുറച്ച് ഇട്ടിരിക്കുള്ളൂ, കുറച്ചും കൂടി പ്രോഫിറ്റ് എടുക്കുക. അങ്ങനെ അനാലിസിസ് പൊളിച്ചില്ലേ ഇന്നത്തെ പൊളിയായിരുന്നു കേട്ടാ മാർക്കറ്റ്. എങ്ങനെ വെച്ചോ ഇങ്ങനെ വന്നു. ഈ ചില സമയത്ത് തന്നെ ഇതിന്റെ മൂവ്മെന്റ് കാണുമ്പോഴേ ചില സമയത്ത് പേടിച്ചു. ഇപ്പോഴത്തെ മൂവ്മെന്റ് അത് അങ്ങനത്തെ ഒരു പേടിപ്പിക്കുന്ന ഒരു മൂവ്മെന്റ് ആയിരുന്നു, മേലോട്ട് ബൂമായിരുന്നു. ഞാൻ അടുത്ത് പെർഫെക്റ്റ് ആയിരുന്നു, അതുകൊണ്ട് പിന്നെ എൻട്രി ടൈമിങ് പെർഫെക്റ്റ് ആയിരുന്നു. ഇനി അടുത്ത് ഞാൻ പോയി റൗണ്ടൊക്കെ അടിക്കട്ടെ. ഇത്രയും റാപ്പ് ചുറ്റിട്ടുണ്ട്, പക്ഷേ മഴ കഴിവാൻ നേരത്ത് റിസ്ക്കാണ്, അത്രയൊന്നും എടുക്കാൻ വയ്യ. ഇവിടെയും കുഴപ്പമില്ല, സെറ്റാണ് കേട്ടോ, ഇവിടെയും കുഴപ്പമൊന്നുമില്ല. ഇതിൻ്റെ അടുത്തെന്ന് പറഞ്ഞാൽ ക്ലോറിനേഷൻ അത് തന്നെ ചിക്കാനുള്ള. ഇന്ന് പിന്നെ സാലറിയും കൂടി വന്നായിരുന്നു കേട്ടോ. അങ്ങനത്തെ ഒരു നല്ലൊരു കാര്യം സംഭവിച്ചു, കുഴപ്പമില്ലാതെ. എങ്ങനെയാന്ന് പറഞ്ഞൂടാ, നാളെ ആവുമെന്നാണ് വിചാരിച്ചത്, 10 ആവുമെന്നാണ് വിചാരിച്ചത്. തലവേദന ഗ്യാസവേദനയൊക്കെ കൊണ്ട് ഇനി ഫുള്ളൊന്ന് ഞാൻ ഇവിടെ നോക്കട്ടെ. എവിടെയും കുഴപ്പമൊന്നുമില്ല, എവിടെയും സെറ്റാണ്. ഇനി അടുത്ത് പോയി മീറ്ററിൻ്റെ എടുക്കണം. ഇതും കൂടി കഴിഞ്ഞിട്ട് എഴുതി കഴിഞ്ഞപ്പോൾ കമ്പ്യൂട്ടർ ചെക്ക് ചെയ്യണം, എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റും കൂടി ഉണ്ട്. ഇനി ഒന്നും ചെയ്യാനില്ല, കമ്പ്യൂട്ടർ എല്ലാം ചെക്ക് ചെയ്ത് വേറെ കുഴപ്പമൊന്നുമില്ല. ഇനി എഡിറ്റ് മാത്രം ചെയ്യാറുള്ളൂ. ബട്ട് താങ്ക് യു ഫോർ വാച്ചിങ് ഗായ്സ്.